ADGP അജിത് കുമാർ തന്നെയാണ് BJP നേതൃത്വവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഇന്നലെ ചർച്ചയാവുകയാണ്. മഞ്ചേരി സമ്മേളനത്തിലെ ഈ കാര്യം ഞാൻ വിശദീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നതിൻ്റെ വസ്തുതയ്ക്ക് അടിവരയിടുകയാണ്. അതാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായത്. ഇനിയിപ്പോൾ ആ തീരുമാനം എന്താ? ഞാൻ ആദ്യം പറയുന്നുണ്ട്, 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും അത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, ഈ പറയുന്ന DGP അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു ADGP അജിത് കുമാർ, അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള ADGPമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്? അപ്പൊ അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും, അത് SSP ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും, ഈ ADGPമാരെ ഒക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ ഇന്ന് നടപടി സ്വീകരിക്കാൻ കഴിയാം. ഇപ്പൊ തന്നെ എന്താണ് DGP കൊടുത്ത റിപ്പോർട്ട്? മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് DGPയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം ഈ ADGPയെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ADGPയെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഒരു DGPയിൽ നിന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. അതായിരുന്നു അവിടെ ആത്മവിശ്വാസം. പക്ഷേ DGP കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്നാണ്. ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിനപ്പുറമൊന്നുമില്ല. എന്ത് CPI അതിനെ കുറിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദ ഭരിതരാണ് CPI. അപ്പൊ CPI നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം. എന്തുകൊണ്ട് അവരിതിൽ തൃപ്തരായി? ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആരാ? CPM ആണ്. നിങ്ങൾ സുനിൽ കുമാറിനോട്, അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ. അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ പറഞ്ഞേക്കാം. അദ്ദേഹം ഇതിൽ തൃപ്തനാണെന്ന് ചോദിക്കൂ. CPIയുടെ നേതൃത്വം, പ്രവർത്തകരും തൃപ്തരല്ല. പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എന്റെ അതേ മാനസികാവസ്ഥയാണുള്ളത്. അവർ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യല്ലോ. അപ്പൊ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യരുമ്പിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഒരു വലിയൊരു ഊർജം അതിൽ കാണുന്നുണ്ടല്ലോ. തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ CMA പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അല്ല, തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ. തൊപ്പി താഴെ വെക്കണം. പോലീസുകാരെ ഇങ്ങനെ തൊപ്പി ഊരി കൈ പിടിക്കുമല്ലോ തലയൊക്കെ ചൂടാകുമ്പോൾ. അത്രേ ഞാൻ സംഭവിച്ചിട്ടുള്ളൂ. തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ. ആ തൊപ്പി അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് കളയണം. ആ നിലപാടിന് ഒരു മാറ്റമില്ല. ആ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ADGPയെ സസ്പെൻഡ് ചെയ്യണമെന്നാണോ DGPയുടെ ശുപാർശ? അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മുകളിൽ ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാകുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ റെക്കമെൻഡേഷൻ ലെറ്റർ, ആ വരി മാറ്റി നിർത്തണമെന്നാക്കാൻ CMന്റെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം രണ്ടാമത് അത് കൊടുത്തോ എന്നെനിക്കറിയില്ല. ഭയങ്കരമായ, അതാണ് ഈ 2 ദിവസം നീണ്ടുപോയത്. സത്യത്തിൽ 30 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് 30ാമത്തെ ദിവസം DGP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ PHQയുടെ പുറത്താണ് ഈ DGP. പക്ഷെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ മുകളിൽ CMO എടുത്ത തീരുമാനമാണോ അതല്ല ആ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്ന് അതെനിക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്കും കിട്ടുന്നുണ്ടല്ലോ. നമുക്കും കിട്ടുന്നുണ്ട്. ഈ നെക്സസ്, ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന്
ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ IPS ഓഫീസർമാർ കേരളത്തിലെ പോലീസിൽ നിരവധി ഉണ്ടല്ലോ. അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ DGP സസ്പെൻഡ് ചെയ്യണമെന്ന് 30ാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ADGP സ്ഥാനമാറ്റം നടത്തിയ ഓർഡറിൽ അവിടെ ഇന്ന കുറ്റകൃത്യം ചെയ്തത് കൊണ്ടാണ് ADGPക്കെതിരെയുള്ള സ്ഥലമാറ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഉണ്ടാവുന്ന സ്ഥലമാറ്റം മാത്രമായിട്ടാണ് ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെങ്ങനെയാണ് ശിക്ഷാ നടപടിയായിട്ട് കാണാൻ കഴിയുന്നത്? അതിന് ഒരിക്കലും ശിക്ഷാ നടപടിയിൽ കാണാൻ കഴിയില്ല. ഇത് ശിക്ഷാ നടപടിയല്ല. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത്. ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആ പണിഷ്മെന്റിനെ കുറിച്ച് അതിൽ പറയും ഇന്ന കാര്യങ്ങൾ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടാവും. ഇതതില്ലല്ലോ. ഇതിപ്പോ എന്താ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ ADGP അജിത് കുമാറിന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല.